അപ്പൂപ്പ ഹോളി ആശംസകൾ. നിങ്ങൾക്കും എന്റെ ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ മിസ്സസ് ചഡ്ഡ. അങ്കിൾ. ഹോളി ആശംസകൾ അപ്പൂപ്പ. അല്ല, ഈ ബക്കറ്റ് നിറച്ചും ബലൂണുകൾ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? ഇത് ഞാൻ വണ്ടിക്ക് കൊടുക്കാൻ കൊണ്ടുപോവാ. അവന് ബലൂൺ എന്ന് വെച്ചാ ജീവനാണ്. വീർമോനെ, നല്ല നിറങ്ങൾ ഉപയോഗിച്ച് വേണം കളിക്കാൻ. മാത്രവുമല്ല, ഓർഗാനിക് കളറുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഓർഗാനിക് കളറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും പഴങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് കളറുകളിൽ കെമിക്കൽ ഉണ്ടാവും. അത് മനുഷ്യരുടെ സ്കിന്നിന് വളരെ അപകടമുണ്ടാക്കുന്നതാണ്. അത്തരം കെമിക്കൽസ് നിന്റെ സ്കിന്നിനും വളരെ അപകടകരമാണ്. ഓക്കേ അപ്പൂപ്പ. പക്ഷേ അപ്പൂപ്പ, എന്റെ ദേഹത്ത് ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കളർ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇതാ, അതിനായി ഈ സ്പ്രേ വെച്ചോളൂ. ഇതേത് തരത്തിലുള്ള കെമിക്കലിനെയും നീക്കുന്നതാണ്. വരൂ, ഇന്നാ വീറിനെ നമുക്ക് കളറിലിട്ട് മുക്കണം. പിന്നെ കളർ മായാൻ പാടില്ല. വരൂ, വേഗം വരൂന്നേ. അവൻ ഓടി രക്ഷപ്പെടുന്നു. വിടരുത്, പുറകെ ഓട്. വേഗം വായോ. നമുക്ക് പോവാം. വീർ, പോകുമ്പം സൂക്ഷിച്ചു പോകണേ. ബാഗിൽ ഈ എക്സ്ട്രാ ബാറ്ററിയും കൂടി നീ വെച്ചേക്ക്. രാത്രിയിൽ അല്ലെങ്കിൽ നിനക്ക് ചാർജ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഈ ബാറ്ററി നിനക്കപ്പോ ആവശ്യം വരും. പിന്നെ ഒരു കാര്യം, നിന്റെ ശരിക്കുള്ള രൂപത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കേ അപ്പൂപ്പ, ഞാൻ സൂക്ഷിച്ചോളാം. ഞാനും വരുന്നുണ്ട്. അപ്പൂപ്പ വീറിനോട് പറ അവന്റെ സ്കൂൾ ക്യാമ്പിൽ എന്നെ കൊണ്ടുപോകാൻ. ഇല്ല ചുൾബുൾ, നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. നീയും ചിണ്ടവും ഇവിടെ ഇരുന്ന് കളിച്ചാ മതി. എന്റെ ജോലി എന്താണെന്ന് എത്രയും വേഗം പറയൂ എന്നോട്. ഞാൻ 2 ദിവസത്തേക്ക് സ്കൂളിൽ നിന്ന് കാട്ടിലേക്ക് ക്യാമ്പ് പോവാൻ പോയാണ്. എനിക്ക് വീറിന്റെ കൂടെ പോവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വീറ് പറയുന്നത് നീ എന്നെ അവിടേക്ക് കൊണ്ടുപോകണമെന്നാ. ഓക്കേ ബോസ്. ജിൻടു, ഞാനൊന്ന് പറയട്ടെ. ജിൻടു, ഈ ചുൾബുൾ ഭയങ്കര തന്ത്രശാലിയാണ് വീർ. ടെന്റ് എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് നിങ്ങളെ സ്കൂളിൽ വെച്ച് പഠിപ്പിച്ചിട്ടില്ലേ? ഇപ്പോൾ ടെന്റ് കെട്ടാനുള്ള കോമ്പറ്റീഷൻ ആണ്. ആദ്യം കെട്ടുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കും. നോ ചീറ്റിംഗ്, അല്ലെങ്കിൽ ഐ സീ യു. റെഡി, സ്റ്റഡി, ഗോ. വേഗം ചെയ്യൂ. നോക്ക്, ബണ്ടി ചീറ്റിംഗ് ചെയ്യുന്നു. സാർ, എന്റെ ടെന്റ് കെട്ടിക്കഴിഞ്ഞു സാർ. വെരി ഗുഡ് ബണ്ടി, വെരി ഗുഡ്. എന്താ ഇതാണോ അന്വേഷിക്കുന്നേ? അത് എന്റെ കയ്യിലുണ്ട് മക്കളെ. നീ ചീറ്ററാണ്. നീ ചീറ്റിംഗ് ചെയ്തു. നീ മനഃപൂർവ്വം ഒളിപ്പിച്ചതല്ലേ? അതെ, ഞാൻ ചീറ്റിംഗ് ചെയ്തു. നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? ഇത്തിരി കോണമുള്ള ഇംബ്ലിക്കുട്ടി.
എനിക്ക് ആ പ്രേം സഹായുടെ റോബോട്ടിനെ കിട്ടുമോ അതോ ഇല്ലയോ? കിട്ടും ബോസ്, തീർച്ചയായും കിട്ടും. നിങ്ങൾ ജീനിയസ് ആണ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ്. ബോസിൽ നിന്നും അവർക്ക് ഒത്തിരി നാൾ രക്ഷപ്പെടാനാവില്ല. ആ ദിവസം എത്തിപ്പോയി ബോസ്, ആ ദിവസം എത്തിപ്പോയി. ഇദ്ദേഹത്തെ കണ്ടില്ലേ? മാന്ത്രികൻ മായക്കണ്ണൻ. ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികനാണ്. എന്താ മാന്ത്രികൻ മായക്കണ്ണനോ? ഞാൻ ആ പ്രേം സഹായിയുടെ റോബോട്ടിനെ പിടിക്കുവാനായി വളരെ കാലമായി ശ്രമിക്കുകയാണ്. അപ്പോൾ നീ വെറും ഒരു മാന്ത്രികനെയും കൂട്ടി വന്നിരിക്കുകയാണോ? ബോസ്, ഈ മാന്ത്രികൻ ആ ഡോക്ടർ പ്രേം സഹായിയുടെ റോബോട്ടിനെ പിടിച്ചു കൊണ്ടുവരുന്നതാണ് ബോസ്. അതെ മാന്ത്രികൻ മായക്കണ്ണ, നിങ്ങളുടെ മാന്ത്രിക വിദ്യയുടെ ഒരു ഉദാഹരണം ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഈ മാന്ത്രിക ഷോയിലേക്ക് പ്രിയ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാന്ത്രിക കാഴ്ചകൾ കണ്ട് വിസ്മയിച്ചിരിക്കൂ. ഞാനിത് അപ്രത്യക്ഷനായിരിക്കുന്നു. ഞാനിപ്പോൾ ഈ പൂച്ചയെ പൊക്കിയെടുക്കും. Mad Max is glad. Very, very glad. ചെല്ലു, വേഗം ആ റോബോട്ടിനെ പോയി പിടിച്ചുകൊണ്ടുവരൂ. പോകൂ, നിനക്ക് ഞാൻ പകരമായി എന്തു വേണമെങ്കിലും തരാം. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ ഷോ ഫ്രീ ആയിട്ട് നടത്തുന്നതെന്ന്. കാരണം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ ഫുർസത് ഗഞ്ചിലാണ് ജീവിച്ചിരുന്നത്. അതിനുശേഷം ഇന്നാണ് എനിക്ക് ഇവിടേക്ക് വരാനുള്ള അവസരം ലഭിച്ചത്. ഞാൻ ഇവിടെയുണ്ട്. എന്റെ പേഴ്സ് കാണുന്നില്ലല്ലോ. എന്റെ പോക്കറ്റിലിരുന്ന പേഴ്സ് ഇപ്പൊ കാണുന്നില്ല. എന്റെ മാല കാണുന്നില്ല. ആരോ എന്റെ മാല മോഷ്ടിച്ചിരിക്കുന്നു. എന്റെ മാല. Come on, Muthu, jump. Jump, Muthu, jump. എന്താ വീർ, എന്റെ മുത്തുന്റെ കഴിവുകൾ കണ്ടോ? ഇവൻ പെറ്റ് അനിമൽ ഷോയില് പങ്കെടുക്കുന്നുണ്ട്. നീ വേണമെങ്കിൽ നിന്റെ ചുൾബുളിനെ ട്രെയിൻ ചെയ്തോ, എന്നിട്ട് ഈ ഷോയിൽ പങ്കെടുപ്പിച്ച് നോക്ക്. എന്തായാലും ജയിക്കാൻ പോകുന്നില്ല, എന്നാലും വേണമെങ്കിലേ കോമഡി ഒക്കെ കാണിച്ചിട്ട് എല്ലാ ആളുകളെയും പൊട്ടി ചിരിപ്പിക്കാനോ. വീർ, ഈ കഴുതിയാണ് നിന്റെ പെറ്റ് അനിമൽ ആണോ? പെറ്റ് അനിമൽ ഒന്നല്ല, വീറിന്റെ സ്വന്തം സഹോദരൻ. ഇവരെല്ലാവരേ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളാണെന്നേ. നിന്റെ ബന്ധുക്കളും അതുപോലെ തന്നെയാണ്. ബണ്ടി, ഇങ്ങനെ കളിച്ച് നടന്നാ മതിയോ? നിനക്കൊന്നും കഴിക്കണ്ടേ? ഐഡിയ. വാ, വന്ന് കഴിക്കാൻ നോക്ക് മോനെ. മോനെ, മമ്മിയുടെ തലയ്ക്ക് ഇത് എന്താ പറ്റിയത്? എന്താ പറ്റിയേ? കളി നിർത്തിയിട്ട് താഴെ വന്ന് വല്ലതും കഴിക്കാൻ നോക്കടാ. ചുൾബുൾ, അവരെ രണ്ടുപേരും നിന്നെ ഒരുപാട് കളിയാക്കി. അതുകൊണ്ട് നിനക്ക് ഞാൻ ട്രെയിനിങ് തരാം. അപ്പൊ നിനക്ക് ജയിക്കാലോ. ഞാൻ പെറ്റ് ആനിമൽ ഷോയിലൊന്നും പങ്കെടുക്കില്ല. അതെന്താ ചുൾബുൾ? ഇത് നിന്റെ അഭിമാന പ്രശ്നമാ. നീ പങ്കെടുത്തേ മതിയാവും. എന്റെ ജയം ഇമ്പോസിബിൾ ആണ്. അപ്പൂപ്പൻ പറയാറില്ലേ, ഇമ്പോസിബിൾ പോസിബിൾ ആക്കുന്നവനാണ് ഈ വീരെന്ന്. നീ കേട്ടിട്ടില്ലേ? വീർ, ഇനി ചുൾബുളിന് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാനതിൽ പങ്കെടുക്കാന്നേ. ഇല്ല ചിണ്ടു, നീയൊരു ജിന്നല്ലേ. നീ നിന്റെ മാജിക് ഒക്കെ യൂസ് ചെയ്താ അതൊരു ചീറ്റിംഗ് ആയി മാറും. വീർ, എന്നൊരു ആനിമലായി പങ്കെടുക്കാൻ സമ്മതിക്കൂ പ്ലീസ്. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഈ മാജിക് ഉപയോഗിച്ച് ജയിച്ചാൽ അത് തെറ്റാണ്. ഞാൻ ഇനി നിന്നോട് മിണ്ടുന്ന പ്രശ്നമില്ല. നീ എന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെ, ഇവൻ റേസിൽ ഒറ്റക്ക് ഓടിയാൽ പോലും ഫസ്റ്റ് വരാൻ പോകുന്നില്ല.